ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കായ്പോള എന്ന് പറഞ്ഞിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഇതിന് പഴം കേക്ക് എന്നും പറയും കേട്ടോ. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. നമുക്ക് നോമ്പ് തുറക്കലിനും അതുപോലെ തന്നെ 4 മണിക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത പഴമാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, 2 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ 4 കോഴിമുട്ട, ആവശ്യത്തിന് പഞ്ചസാര. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നെയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും മതി. നെയ്യാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെയ്യ് എടുത്തത്. ഇത് നമുക്കിതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ പാനിൽ തന്നെ നമുക്ക് പഴം, നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പഴം വഴണ്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കോഴിമുട്ട, അതുപോലെ തന്നെ മൈദ, പഞ്ചസാര, ഒരു 4 ഏലക്കായ എടുത്തിട്ടുണ്ട് ഞാൻ, അതുപോലെ തന്നെ ഒരു നുള്ള ബേക്കിംഗ് സോഡ, കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴം ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഈ പഴം മിക്സായി വരണം. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടിയിലൊരു തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ ഈ പാൻ വെച്ചിട്ട് നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് മൂടി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. അതിന് മുന്നേ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ കായ്പോള അല്ലെങ്കിൽ പഴം കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.